ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. രാജ്യത്തിന്റെ വ്യോമയാന ഊർജ്ജ മേഖലകൾക്ക് കരുത്തു പകരുന്ന വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജസ്ഥാനിൽ തുടക്കം കുറിച്ചു. ഇന്ന് അന്താരാഷ്ട്ര സഹകരണ ദിനം. സഹകരണ സ്ഥാപനങ്ങൾ രാഷ്ട്ര നിർമ്മാണത്തിന്റെ സുപ്രധാന സ്തംഭമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. കേരളത്തിലും വിപുലമായ പരിപാടികൾ. ആദിവാസി ക്ഷേമത്തിനായി അനുവദിക്കുന്ന ഫണ്ടുകൾ അർഹരിലേക്ക് എത്തുന്നതിലെ പോരായ്മകൾ കണ്ടെത്തി പരിഹരിക്കുമെന്ന് മന്ത്രി KA തുളസി. സംസ്ഥാനത്ത് മഴക്കാല പ്രതിരോധ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടക്കുന്നുവെന്ന് മന്ത്രി K മുരളീധരൻ. ആശങ്കപ്പെടേണ്ട രോഗാവസ്ഥയില്ലെന്നും മന്ത്രി. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. 11 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ലോകകപ്പ് ഫുട്ബോളിൽ പ്രീ ക്വാർട്ടർ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. കൊളംബിയയും അർജന്റീനയും പ്രീ ക്വാർട്ടറിൽ. വാർത്തകൾ വിശദമായി. രാജസ്ഥാനിലെ ജോധ്പൂർ വിമാനത്താവളത്തിന്റെ പുതിയ ടെർമിനൽ കെട്ടിടം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. പ്രതിവർഷം 20 ലക്ഷം യാത്രക്കാർക്ക് സൌകര്യമൊരുക്കുന്ന തരത്തിൽ 23,000 ചതുരശ്ര മീറ്ററിലധികം വിസ്തൃതിയിലാണ് ടെർമിനൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. രാജ്യത്തിന്റെ സിവിൽ ഏവിയേഷൻ മേഖലയിൽ സുപ്രധാന കുതിച്ചുചാട്ടം അടയാളപ്പെടുത്തുന്ന പരിഷ്കരിച്ച ഉഡാൻ പദ്ധതിക്കും ജോധ്പൂരിൽ ശ്രീ മോദി തുടക്കം കുറിച്ചു. വൈകുന്നേരം ഗുജറാത്തിലെത്തുന്ന ശ്രീ മോദി സാനന്ദിലെ സെമി കണ്ടക്ടർ അസംബ്ലി ആൻഡ് ടെസ്റ്റ് ഫെസിലിറ്റി ഉദ്ഘാടനം ചെയ്യും. അന്താരാഷ്ട്ര സഹകരണ ദിനമായ ഇന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും കേന്ദ്ര സഹകരണ മന്ത്രി അമിത് ഷായും ആശംസകൾ നേർന്നു. സ്വാതന്ത്ര്യത്തിനു മുൻപുള്ള കാലഘട്ടത്തിൽ ആരംഭിച്ച സഹകരണ സ്ഥാപനങ്ങൾ രാഷ്ട്ര നിർമ്മാണത്തിന്റെ ഒരു സുപ്രധാന സ്തംഭമായി പരിണമിച്ചുവെന്നും വികസിത ഭാരതം 2047 എന്ന ദർശനത്തിന് സംഭാവന നൽകി വരുന്നെന്നും ഉപരാഷ്ട്രപതി സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യയുടെ സംസ്കാരത്തിന്റെയും കൂട്ടായ ശക്തിയുടെയും സ്വാശ്രയത്തിന്റെയും അടിത്തറ സഹകരണ പ്രസ്ഥാനമാണെന്ന് ശ്രീ അമിത് ഷാ പറഞ്ഞു. കൃത്യമായ ദിശാബോധത്തിന്റെയും നയത്തിന്റെയും അടിസ്ഥാനത്തിൽ സഹകരണ മേഖലയെ ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്ന് മന്ത്രി M ലിജു. സംസ്ഥാനതല സഹകരണ ദിനാഘോഷം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ 3.5 ലക്ഷം കോടി രൂപയുടെ ബിസിനസ് സഹകരണ മേഖലയിൽ നടക്കുന്നുണ്ട്. സഹകരണ സംഘങ്ങൾ ശക്തിപ്പെട്ടാൽ സംസ്ഥാനത്തെ സമ്പദ് വ്യവസ്ഥയ്ക്ക് കുതിച്ചുചാട്ടമുണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു. സബ്സിഡിയോടുകൂടിയ രാസവളങ്ങളുടെ വിതരണം കൂടുതൽ കാര്യക്ഷമവും കർഷക സൌഹൃദവുമാക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാരിന്റെ പുതിയ ഡിജിറ്റൽ സംവിധാനത്തിന് പാലക്കാട്ട് തുടക്കമായി. സംസ്ഥാനത്ത് പാലക്കാടിന് പുറമെ ആലപ്പുഴ ജില്ലയിലും ആദ്യഘട്ടമായി സംവിധാനം നടപ്പാക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്. കർഷകർക്ക് ആവശ്യമായ വളം മുൻകൂട്ടി അപേക്ഷിച്ച് ഉറപ്പുവരുത്താനും സമയബന്ധിതമായി ലഭ്യമാക്കാനും സാധിക്കുന്ന വിധം നിലവിലുള്ള ഇന്റഗ്രേറ്റഡ് ഫെർട്ടിലൈസർ മാനേജ്മെന്റ് സിസ്റ്റവുമായി സംയോജിപ്പിച്ചാണ് പുതിയ സംവിധാനം പ്രവർത്തിക്കുന്നത്. ആവശ്യമായ അളവിൽ വളം മുൻകൂട്ടി ലഭ്യമാക്കുന്നതിനുള്ള ആസൂത്രണമാണ് പുതിയ സംവിധാനത്തിലൂടെ സാധ്യമാക്കുന്നത്. പദ്ധതിയിൽ ഇതുവരെ 250-ലധികം കർഷകർ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു. മഴക്കാല പ്രതിരോധ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടക്കുന്നതായും സംസ്ഥാനത്ത് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും മന്ത്രി K മുരളീധരൻ. നിപ ഉറവിടം സംബന്ധിച്ച കാര്യങ്ങൾക്ക് വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് കാത്തിരിക്കുന്നുവെന്നും മന്ത്രി കോഴിക്കോട്ട് മാധ്യമങ്ങളോട് പറഞ്ഞു. ഫെബ്രുവരി മുതൽ നടത്തേണ്ട മഴക്കാല പൂർവ്വ ശുചീകരണം നടത്തിയിട്ടില്ല. എല്ലാവരുടെയും ഇടപെടലിൽ പകർച്ചവ്യാധി നിയന്ത്രിക്കാനായിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് ആദിവാസി ക്ഷേമത്തിനായി അനുവദിക്കുന്ന ഫണ്ടുകൾ കൃത്യമായി അർഹരിലേക്ക് എത്തുന്നതിലെ പോരായ്മകൾ കണ്ടെത്തി പരിഹരിക്കുമെന്ന് മന്ത്രി KA തുളസി. കൊല്ലം അച്ചൻകോവിലിൽ ദുരിതം നേരിടുന്ന ആദിവാസി കുടുംബത്തെ സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. ആദിവാസി കുടുംബം നേരിടുന്ന ദുരിതത്തിൽ അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കാൻ മന്ത്രി വകുപ്പിന് നിർദ്ദേശം നൽകി. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി കൈമാറ്റ നീക്കത്തിനെതിരെ പ്രതിപക്ഷം നിയമപരമായും രാഷ്ട്രീയപരമായും മുന്നോട്ടു പോകുമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തിന്റെ താൽപര്യം സംരക്ഷിക്കാനുള്ള അടിയന്തര നടപടികളിലേക്ക് സർക്കാർ കടക്കണമെന്നും കൈമാറ്റത്തിന്റെ ആവശ്യകത പരിശോധിക്കാൻ സംസ്ഥാന സർക്കാരിന് അവകാശമുണ്ടെന്നും പിണറായി വിജയൻ പറഞ്ഞു. അദാനി ഗ്രൂപ്പ് സെബിക്ക് നൽകിയ അപേക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടല്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. മഴക്കുറവിനെ തുടർന്ന് ഉണ്ടായേക്കാവുന്ന വരൾച്ച നേരിടുന്നതിന് സംസ്ഥാനത്ത് ആദ്യമായി സമഗ്ര പദ്ധതി ആവിഷ്കരിക്കുന്നു. എല്ലാവർക്കും ശുദ്ധജലം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കണ്ണൂരിലാണ് പദ്ധതിക്ക് തുടക്കമിടുന്നത്. വരൾച്ചാ ഭീഷണി നേരിടുന്ന ഓരോ സ്ഥലത്തിനും അനുയോജ്യമായ പദ്ധതിയാണ് തയ്യാറാക്കേണ്ടതെന്ന് വിവിധ വകുപ്പുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തിയ ശില്പശാലയിൽ ജില്ലാ കളക്ടർ P വിഷ്ണുരാജ് പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. സ്വാമി വിവേകാനന്ദന്റെ ചരമവാർഷികത്തിൽ ആദരാഞ്ജലികൾ അർപ്പിച്ച് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ഇന്ത്യയുടെ നാഗരിക അവബോധത്തെ പുനരുജ്ജീവിപ്പിച്ച സ്വാമി വിവേകാനന്ദൻ രാജ്യത്തിന്റെ കാലാതീതമായ ജ്ഞാനം ലോകത്തിന് എത്തിച്ചുവെന്ന് ഉപരാഷ്ട്രപതി സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പുലർച്ചെ എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ട ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ ക്യാബോ വെർദെയെ 2-3 ഗോളിന് പരാജയപ്പെടുത്തി അർജന്റീന പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. ഘാനയെ എതിരില്ലാത്ത 1 ഗോളിന് പരാജയപ്പെടുത്തി കൊളംബിയയും പ്രീ ക്വാർട്ടറിലെത്തി. ലോകകപ്പിൽ ഈ വർഷം ആകെയുള്ള 104 മത്സരങ്ങളിൽ 88 എണ്ണം പൂർത്തിയായപ്പോൾ അവശേഷിക്കുന്നത് 16 വമ്പന്മാർ. പ്രീ ക്വാർട്ടർ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്. പ്രീ ക്വാർട്ടറിൽ 8 മത്സരങ്ങളിൽ 6 എണ്ണം അമേരിക്കയിലും ഓരോന്ന് വീതം മെക്സിക്കോയിലും കാനഡയിലുമായി നടക്കും. ഇന്ന് രാത്രി 10:30 ഹൂസ്റ്റണിൽ സഹ ആതിഥേയരായ കാനഡയും മൊറോക്കോയും തമ്മിൽ ഏറ്റുമുട്ടുന്നതോടെയാണ് 2ാം റൗണ്ട് നോക്കൌട്ട് പോരാട്ടങ്ങൾ ആരംഭിക്കുക. ആഫ്രിക്കൻ ചാമ്പ്യന്മാരായ മൊറോക്കോയ്ക്കാണ് കടലാസിലെ മേൽക്കൈയെങ്കിലും കാനഡ ചരിത്രം കുറിക്കാൻ രണ്ടും കൽപ്പിച്ച് പൊരുതുമെന്ന് ഉറപ്പ്. പരാഗ്വേയും മുൻ ലോക ചാമ്പ്യന്മാരായ ഫ്രാൻസും തമ്മിലുള്ള പോരാട്ടം ഞായറാഴ്ച പുലർച്ചെയാണ്. മറ്റു പ്രീ ക്വാർട്ടർ മത്സരങ്ങൾ ഇങ്ങനെയാണ്: ബ്രസീൽ നോർവേയെയും, മെക്സിക്കോ ഇംഗ്ലണ്ടിനെയും, സ്പെയിൻ പോർച്ചുഗലിനെയും, അമേരിക്ക ബെൽജിയത്തെയും, അർജന്റീന ഈജിപ്തിനെയും, സ്വിറ്റ്സർലൻഡ് കൊളംബിയയും നേരിടും. ഇന്ത്യ ഇംഗ്ലണ്ട് 2ാം T20 ക്രിക്കറ്റ് മത്സരം ഇന്ന് നടക്കും. രാത്രി 7-ന് മാഞ്ചസ്റ്ററിലാണ് മത്സരം. 5 മത്സരങ്ങളാണ് പരമ്പരയിലുള്ളത്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെയുള്ള 11 ജില്ലകളിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴ സൂചിപ്പിക്കുന്ന മഞ്ഞ ജാഗ്രതയാണ്. നാളെ മലപ്പുറം മുതൽ തെക്കോട്ടുള്ള ജില്ലകളിൽ മഴയുടെ ശക്തി കുറയുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. കണ്ണൂർ ജില്ലയിൽ തുടർച്ചയായി പെയ്യുന്ന കനത്ത മഴ ജനജീവിതത്തെ സാരമായി ബാധിച്ചു. താഴ്ന്ന പ്രദേശങ്ങളിൽ പലയിടത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. മരം വീണും മറ്റും 8 വീടുകൾ ഭാഗികമായി തകർന്നതായാണ് കണക്ക്. നെടുംപൊയിൽ മാനന്തവാടി റോഡിൽ 28ാം മൈലിന് സമീപം ഇന്നലെ രാത്രി മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. അഗ്നിരക്ഷാസേന മരം മുറിച്ചു മാറ്റിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. മൂന്നാറിലെ വനമേഖലകളിൽ സ്വാഭാവിക പുൽമേടുകൾ തിരിച്ചുപിടിക്കാനുള്ള വനം വകുപ്പിന്റെ ഹരിത പദ്ധതി വിജയകരമായി പുരോഗമിക്കുന്നു. കേന്ദ്ര സർക്കാരിന്റെയും നബാർഡിന്റെയും ധനസഹായത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്. കൊളോണിയൽ കാലത്ത് വാണിജ്യ ആവശ്യങ്ങൾക്കായി വെച്ചുപിടിപ്പിച്ച വാറ്റിൽ, ഗ്രാൻഡീസ തുടങ്ങിയ മരങ്ങൾ മൂന്നാറിന്റെ തനത് ചോല, പുൽമേട് ആവാസ വ്യവസ്ഥയെ വൻതോതിൽ നശിപ്പിച്ചിരുന്നു. ഇവ ഭൂഗർഭജലം വറ്റിച്ചതിനൊപ്പം സസ്യഭുക്കുകളായ ജീവികളുടെ തീറ്റ ഇല്ലാതാക്കിയതുമാണ് വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാൻ പ്രധാന കാരണമായത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരും തദ്ദേശീയരായ ആദിവാസികൾ ഉൾപ്പെടുന്ന വാച്ചർമാരും ചേർന്നാണ് നിലവിൽ ശ്രമകരമായ ഈ ദൌത്യം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വനത്തിനുള്ളിലെ നീരുറവകൾ സംരക്ഷിക്കാനും പ്രകൃതി ഭംഗി നിലനിർത്താനും വനംവകുപ്പ് നടത്തുന്ന ഏറ്റവും വലിയ ചുവടുവയ്പ്പുകളിൽ ഒന്നാണിത്. വൈദ്യുതി മേഖലയിലെ വിതരണ, ഉൽപാദന, പ്രസരണ പ്രയാസങ്ങൾ പരിഹരിച്ച് തടസ്സമില്ലാതെ വൈദ്യുതി ലഭ്യമാക്കാൻ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. എറണാകുളം, ഇടുക്കി ജില്ലകളിലെ ജനപ്രതിനിധികളുടെയും മുതിർന്ന KEB ഉദ്യോഗസ്ഥരുടെയും പങ്കാളിത്തത്തോടെ വൈദ്യുതി മേഖലയുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ചേർന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. വൈദ്യുതി ദുരുപയോഗം ചെയ്യുന്നവർക്കെതിരെ കാരണം കാണിക്കൽ നോട്ടീസ് നൽകാനും യോഗം നിർദ്ദേശിച്ചു. തൃശൂർ നെടുപുഴയിൽ കോൾപ്പാടത്ത് ബോട്ട് മുങ്ങിക്കാണാതായ 2 പേരുടെയും മൃതദേഹം കണ്ടെത്തി. നെടുപുഴ സ്വദേശിയുടെയും സുഹൃത്തിന്റെയും മൃതദേഹമാണ് കണ്ടെത്തിയത്. 5 പേരാണ് ബോട്ടിലുണ്ടായിരുന്നത്. 3 പേർ നീന്തിക്കയറിയെങ്കിലും 2 പേരെ കാണാതാവുകയായിരുന്നു. കോട്ടയം ജില്ലയിലെ കുറവിലങ്ങാട് സയൻസ് സിറ്റിയുടെ ശേഷിക്കുന്ന നിർമ്മാണ പ്രവൃത്തികൾ ഒറ്റഘട്ടമായി പൂർത്തിയാക്കാനാണ് സർക്കാർ ആലോചിക്കുന്നതെന്നും ഇതിനായി മുഖ്യമന്ത്രി കൂടി പങ്കെടുക്കുന്ന ഉന്നതതല യോഗം ചേരുമെന്നും മന്ത്രി മോൻസ് ജോസഫ് അറിയിച്ചു. കുറവിലങ്ങാട് സയൻസ് സിറ്റി നാടിന് സമർപ്പിച്ചതിന്റെ 1ാം വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തിന്റെ വ്യോമയാന ഊർജ്ജ മേഖലകൾക്ക് കരുത്തുപകരുന്ന വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജസ്ഥാനിൽ തുടക്കം കുറിച്ചു. ഇന്ന് അന്താരാഷ്ട്ര സഹകരണ ദിനം. സഹകരണ സ്ഥാപനങ്ങൾ രാഷ്ട്ര നിർമ്മാണത്തിന്റെ സുപ്രധാന സ്തംഭമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. കേരളത്തിലും വിപുലമായ പരിപാടികൾ. ആദിവാസി ക്ഷേമത്തിനായി അനുവദിക്കുന്ന ഫണ്ടുകൾ അർഹരിലേക്ക് എത്തുന്നതിലെ പോരായ്മകൾ കണ്ടെത്തി പരിഹരിക്കുമെന്ന് മന്ത്രി KA തുളസി. സംസ്ഥാനത്ത് മഴക്കാല പ്രതിരോധ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടക്കുന്നുവെന്ന് മന്ത്രി K മുരളീധരൻ. ആശങ്കപ്പെടേണ്ട രോഗാവസ്ഥയില്ലെന്നും മന്ത്രി. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. 11 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ലോകകപ്പ് ഫുട്ബോളിൽ പ്രീ ക്വാർട്ടർ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. കൊളംബിയയും അർജന്റീനയും പ്രീ ക്വാർട്ടറിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.